ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ പെയ്ത് ഫുള്ള് വെള്ളമായി താഴോട്ട് നോക്കി നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. എറണാകുളം ജംഗ്ഷൻ ആയതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, കാര്യം ഒന്നും കാണാനില്ല, പറയില്ല, മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്, പിന്നെ ഒന്നും പുതിയ പണിതിട്ടില്ല അവർ. ഇതാണ് നമ്മുടെ എറണാകുളം സൗത്ത് അഥവാ എറണാകുളം ജംഗ്ഷൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ആ പെട്ടിക്കൂട്ടിനുള്ളിൽ കമ്പിയും ഇതും മാത്രമായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മൊത്തത്തിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. മഴ പെയ്ത് ഫുള്ള് വെള്ളക്കെട്ടും ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അല്പനേരം മുമ്പ് 16306 നമ്മുടെ എന്താ പറയുക 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ്സിന് ഇവിടെ ഒന്ന് ഇറങ്ങിയായിരുന്നു. അതിൻ്റെ കുറച്ച് റാൻഡം വിഷ്വൽസുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് ഇറങ്ങിയായിരുന്നു നമ്മൾ എന്നിട്ടിപ്പോൾ ഇവിടെ നിന്നൊരു അടിപൊളി യാത്ര പോകണം. നമ്മുടെ എല്ലാ യാത്രകളും അടിപൊളിയാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്ര കുറച്ച് സ്പെഷ്യൽ അടിപൊളിയാണ്. നമ്മളിന്ന് ഇവിടുന്ന് പോകുന്നത് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിനല്ല പക്ഷേ ഞാൻ പോകുന്നത്, എന്നാൽ ഒരു എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിനാണ് പോകുന്നതിനും. 06061 എറണാകുളം വേളാങ്കണ്ണി സ്പെഷ്യലിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഈ 06061 എറണാകുളം സ്പെഷ്യലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഗുലർ വേളാങ്കണ്ണി എക്സ്പ്രസ് രാത്രി കാലങ്ങളിൽ കടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഈ വണ്ടി പകലാണ് നടക്കുന്നത്. ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് രാത്രി 11:50 പുറപ്പെട്ടിട്ട് നാളെ ഉച്ചയ്ക്ക് 3:15 വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും. അപ്പോൾ ഇവൻ ഏകദേശം നേരം വിളിക്കുമ്പോൾ തെങ്കാശി എത്തും. ഇപ്പോൾ തെങ്കാശിയിൽ നിന്ന് അങ്ങോട്ട് തെങ്കാശി, ശിവകാശി, വിരുദുനഗർ, അതുപോലെ പിന്നെ അങ്ങോട്ട് അരുപ്പക്കോട്ടൈ, മാനാമധുരൈ, കാരക്കുടി, പിന്നെ നമ്മുടെ പരമക്കുടി, തിരുത്തുറൈപ്പൂണ്ടി, തിരുവാരൂർ, നാഗപട്ടണം എല്ലാം പകൽ വെളിച്ചത്തിൽ കവർ ചെയ്യുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ ഈ വണ്ടി. അപ്പോൾ ഇതൊരു വളരെ യുണീക്കായിട്ടുള്ള റൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് സ്പെഷ്യൽ ട്രെയിനാണ്. ഇന്ന് ഫസ്റ്റ് ട്രിപ്പാണ് എൻ്റെ 06061 എന്നാണ് ട്രെയിൻ നമ്പർ. 4 ട്രിപ്പാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് വ്യാഴാഴ്ചകളിൽ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. ഇന്നത്തെ ട്രിപ്പിന് നമുക്ക് യാത്ര പോകാം. യാത്ര പോയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുകയാണ്. ഇപ്പോൾ സമയം 9:15 ആയിട്ടേ ഉള്ളൂ. 11:50 ട്രെയിൻ. ഞാൻ ഒരുപാട് നേരത്തെ എത്തിയായിരുന്നു. ഞാൻ വന്ന സമയം നല്ല മഴയായതുകൊണ്ട് ഞാൻ ഈ ഫുഡ് പ്ലാസിൽ തന്നെ കയറി ഫുഡ് കഴിച്ചിട്ട് എന്നോട് വെയിറ്റ് ചെയ്യണം. നമുക്കിനകത്ത് എവിടെയെങ്കിലും ബെഞ്ചോ എന്തെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം നമ്മുടെ ഫോണും ക്യാമറയൊക്കെ ചാർജ് ചെയ്തിട്ട് വന്നിരിക്കാം. ഗർത്തിയാഭ എക്സ്പ്രസ്സാണ്, ഹാട്ടിയ എറണാകുളം. ഇപ്പോൾ എറണാകുളം ഹാട്ടിയ റേക്ക് ജസ്റ്റ് ഷണ്ടിൻ ചെയ്യുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 അപ്പോൾ നമ്മുടെ ട്രെയിനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 പുറപ്പെടുന്നൊരു മാനുവൽ അനൗൺസ്മെൻറ്റ് കുറച്ച് നേരത്തെ നടത്തിയവർ. അപ്പോൾ നമുക്കെന്നാൽ അതൊക്കെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. വഞ്ചിനാട് എക്സ്പ്രസ് ആണത്. ജസ്റ്റ് വന്നത് ലോക്കോ കടന്നുപോയി. പ്ലാറ്റ്ഫോം നമ്പർ 4 വന്നിരിക്കുന്നത്. 5 കണ്ണൂർ ഇൻട്രസിറ്റി കിടക്കുന്നത്. 2 വണ്ടിക്ക് ഒരേ ബോർഡാണെന്നത് ഓർക്കണം. കുറച്ച് നേരത്തെ ഹട്ടിയ ഇതല്ല 14642 എറണാകുളത്തിന് WDG 3A ഹട്ടിയെ കൊണ്ടുവന്ന ലോക്കാണെന്ന് പറയാൻ വരുമായിരുന്നു, പക്ഷേ അത് 664 ആയിരുന്നു. ഇത് 642 ആണ്. ഷണ്ടിങ് ചെയ്തിട്ട് തെണ്ടിത്തിരി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ റേക്ക് ജസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരുന്നു. നേരത്തെ വരും എന്ന് വിചാരിച്ചാണ്. ഒരു 10:30 പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്താൽ, പക്ഷേ റേക്ക് നേരത്തെ വരുമായിരിക്കുന്നു. മണി 11:22 അപ്പോൾ റേക്ക് പ്ലാറ്റ്ഫോമിലോട്ട് കയറി വരുന്നതേ ഉള്ളൂ. 11:50 ഡിപ്പാർച്ചറിനെ വെച്ച് 1 മണിക്കൂർ മുമ്പ് റേക്ക് കൊണ്ടുവന്ന് ഇടുമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ കൊണ്ടുവന്നിട്ടില്ല. കാര്യം ഇന്നിപ്പോൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് വരുന്ന റേക്കാണത്. 14665 WDG 3 ആണ് റേക്ക്. ലോക്കോ പകുതി ഉറക്കത്തിലാണ്. ഇതാണ് വണ്ടി. ബോർഡൊന്നുമില്ല, നെയിം ബോർഡ് ബ്ലാങ്കാക്കി വെച്ചിരിക്കുകയാണ്. അവർ പേപ്പറിൽ എറണാകുളം വേളാങ്കണ്ണിന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി നെയിം ബോർഡ്സൊക്കെ അവർ ഫ്ലിപ്പ് ചെയ്തു. കാരണം ഇത് റെഗുലർ ട്രെയിനിൻ്റെ അതേ റേക്കാണ്. റെഗുലർ ട്രെയിനിൻ്റെ റേക്ക് യാർഡിൽ പോയി മെയിൻ്റനൻസ് കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. ഈ വരുന്ന കോച്ചാണ് നമ്മുടെ കോച്ച് 03120C. നല്ലോണം പഴക്കമുണ്ട്, 22 വർഷം പഴക്കമുള്ള കോച്ചാണ്. NCയുടെ കോച്ചാണ്, നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ കോച്ചാണ്. ചാർജറൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു ഇതിനകത്ത്. നമുക്കെന്നാൽ ഫ്രണ്ടിൽ പോയി നമ്മുടെ ലോക്ക് ഏതാണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കോച്ചിലോട്ട് വരാം. കോച്ചുകളിലോട്ടുള്ള ബെഡ്റോളൊക്കെ ജസ്റ്റ് ലോഡ് ചെയ്യുന്നു. കൊണ്ടുവരാൻ തന്നെ ലേറ്റായി. ഇനിയിപ്പോൾ 25 മിനിറ്റുള്ള ഡിപ്പാർച്ചറിന്. ഗാർഡൊക്കെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ലോക്കോ ഏതാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ. കാര്യം കറക്റ്റ് ടൈമാണ്. ലോക്കോ അത് കയറി വരുന്നുണ്ട് ഓൾറെഡി. ഒരു വാപ്പ് 4 പോലെ ഉണ്ട് കണ്ടിട്ട്. ഇപ്പോൾ ലോക്കോ വന്നിട്ടുണ്ട്. ലോക്കോ ഒരു വാപ്പ് 4 ആണ്. ആരക്കോണത്തിൻ്റെ വാപ്പ് 4 ആണെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഇതിൻ്റെ റെഗുലർ സർവീസിന് എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിന്
ലോക്കോ എന്ന് പറയുന്നത് ഒരു ഇതാണ് നമ്മുടെ WDP 4D ആണ് ഇവിടുന്ന്. എറണാകുളം മുതൽ വേളാങ്കണ്ണി വരെ എൻഡ് വരെ WDP 4D ആണ്. സ്പെഷ്യൽ ട്രെയിനിന് വരെ ഇലക്ട്രിക് ലോക്കോ ആണ് വന്നിരിക്കുന്നത്. വാബ് 4 22527 ആരക്കോണത്തിൻ്റെ ആണ് ലോക്കോ. അപ്പോൾ ഈ ലോക്കോ ജസ്റ്റ് ചാർജ് എടുക്കുന്നു. ഇപ്പോൾ ഈ ലോക്കോ എവിടം വരെ പോകുമെന്നറിയില്ല. എന്തായാലും കൊല്ലം വരെ പോകും. കൊല്ലത്തുനിന്ന് പിന്നെ ചുരം കയറി പോകുന്നത് സെയിം ലോക്കോ ആണോ എന്താണ് പരിപാടി എന്നുള്ളത് അറിയില്ല. നമ്മൾ ഡർത്തിയാബ എക്സ്പ്രസ് ഇറങ്ങിപ്പോകുന്നതാണത്. മാവേലി എക്സ്പ്രസ് വരാറിയുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഡർത്തിയാബ എക്സ്പ്രസ് പുറത്തിറങ്ങിപ്പോന്നു. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ ഇവിടെ ജസ്റ്റ് ചാർജ് ചെയ്തു. കപ്ലിംഗ് നടക്കുന്നുണ്ട് 22527. അപ്പം നമ്മുടെ ലോക്കോ കപ്ലിംഗ് ഒക്കെ കഴിഞ്ഞ് പുതിയ ക്രൂ ചാർജ് എടുത്ത് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലൈറ്റും ഒക്കെ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കണം എന്തായാലും. അപ്പോൾ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 നിൽക്കുന്നുണ്ട്. 03122 C ആണ് നമ്മുടെ കോച്ച്. B3 23ാമത്തെ സീറ്റാണ്. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ ഉള്ളിലോട്ട് കയറിയേക്കാം. സൈഡിൽ ഒരു പത്താണ്, അപ്പുറത്തെ സൈഡിൽ കണ്ടിട്ട് പ്ലഗ് പോയിൻ്റ് ഒന്നുള്ള ലക്ഷണമില്ല. ഇതാണ് പഴയ കോച്ചിലുള്ള പ്രശ്നം. പഴയ കോച്ചിലെ പ്ലഗ് പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഫോണിലാണ് തീരെ ചാർജും ഇല്ല. ഇപ്പോൾ കുരിശ് വരുന്ന വഴിയേ. എന്നാൽ പിന്നെ ഉള്ളിലോട്ട് കയറാം. നല്ല പൊക്ക വ്യത്യാസമുണ്ട്. ഒരുപാട് പഴയ കോച്ച. ഈ കാണുന്ന ലോവർ ബർത്താണ് എൻ്റെ. തൽക്കാലം ഇവിടെ ഇട്ട് ചാർജ് ചെയ്യാം. കൃത്യസമയമായി 11:50 പുറപ്പെടുക. നമുക്ക് ബാക്കിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കണ്ടു ഗാർഡിൻ്റെ. 11:50 കറക്റ്റ് ഡിപ്പാർച്ചറാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ചെറിയൊരു ഡിലേ ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം സ്പെഷ്യൽ ട്രെയിനാണ്. റേയൊക്കെ ലേറ്റായിട്ടാണ് പ്ലാറ്റ്ഫോമിലോട്ട് വന്നത്. അതുകൊണ്ട് ചെറിയൊരു ഡിലേ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നുമില്ല. കൃത്യം 4:50 നമ്മൾ പോവാണ്. 11:50, 4:50 എന്ന് പറയുന്നു. 11:50 നമ്മൾ പോവാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇനി വേറെ വിഷ്വൽസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് വിട്ടോടനെ കിടന്ന് ഉറങ്ങും. നമുക്ക് രാവിലെ തെങ്കാശി മുതൽ അങ്ങോട്ട് കവർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ യാത്രയിൽ നമ്മൾ തെങ്കാശി, ശിവകാശി, വിരുദനഗർ, അരുപ്പുക്കോട്ടൈ, മനമധുരൈ, കാരക്കുടി, പരമക്കുടി, തിരുത്തുരൈപ്പൂണ്ടി, തിരുവാരൂർ, നാഗപട്ടണം വഴിയാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത്. വേളാങ്കണ്ണി വരെ ചെന്നിട്ട് ഞാൻ നാളെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടും. ടീ ഗാർഡൻ എക്സ്പ്രസ് വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. തത്കാലം ശ്രമിച്ചെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ തത്കാൽ 12 വെയിറ്റിംഗ് ലിസ്റ്റിലെത്തി. നമ്മൾ തിരിച്ച് ബസ്സിനാണ്. അതിൻ്റെ കവറേജ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ബസ് യാത്രയുടെ വീഡിയോ ഉണ്ടാകാൻ സാധ്യതയില്ല. നോക്കാം. ചെറിയൊരു ഷോർട്ടെങ്കിലും ചെയ്തിടാൻ പറ്റും, ഞാൻ ചെയ്തിടാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നാളെ നേരം വെളുത്തിട്ട് നമുക്ക് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് എറണാകുളം ജംഗ്ഷനിൽ പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മളിവിടുന്ന് കുറച്ച് മുന്നോട്ട് ഒരു റൈറ്റ് എടുത്ത് എറണാകുളം മാർഷലിംഗ് ആട് വഴി നേരെ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകും. തൃപ്പൂണിത്തുറ, കോട്ടയം അങ്ങനെ അങ്ങ് പോകും നമ്മൾ. അപ്പോൾ നമ്മുടെ കോച്ച് ഏറെക്കുറെ കാലിയാണ്. കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. ഏറെക്കുറെ കാലി തന്നെയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാം. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് നാളെ കാണാം. ഈ വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് ഒന്നല്ലെങ്കിൽ 2 പാർട്ടായിട്ട് ഞാൻ റിലീസ് ചെയ്യും കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴി അറിയാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഫോക്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെ വിട്ടിട്ടില്ല. സമയം ഇപ്പോൾ ഏകദേശം 6:15 നമ്മളിപ്പോൾ ജസ്റ്റ് 13 കണ്ണാറപ്പാലം പാസ് ചെയ്തേ ഉള്ളൂ. കേരളം വിട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ വണ്ടി ലേറ്റാണ്. നമുക്ക് ഇവിടുന്ന് ഡീസൽ ലോക്കോ കേട്ടോ. ആ ഫ്രണ്ടിൽ നമ്മുടെ ഡീസൽ ലോക്കോ ആണിപ്പോൾ. അപ്പോൾ കൊല്ലം വരെയായിരുന്നു ഇലക്ട്രിക് ലോക്കോ വർക്ക് ചെയ്തത്. കൊല്ലം ഒരു ഡീസൽ ലോക്കോ ചാർജ് എടുത്തു. നമുക്കിനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫ്രണ്ടിൽ പോയിട്ട് ഏതാ ലോക്കോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫോക്സ്, സമയം ഇപ്പോൾ 7:30. നമ്മൾ സെങ്കോട്ടയിൽ നിൽക്കുകയാണ്. അവിടെ കുറേ 2 വാപ്പ് 4ഉം ഒരു വാപ്പെണ്ണ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വാപ്പ് 7 ഹോളിൽ ട്രെയിൻ ജസ്റ്റ് അപ്പുറത്ത് കൂടെ കയറി വന്നു. പുതുക എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം. ആക്ച്വലി ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാൻ തെന്മല കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്ത് പോയി കിടന്നതാണ്. ആ കിടന്ന കിടപ്പിൽ ഞാൻ ഉറങ്ങിപ്പോയിട്ട് പിന്നെ ഞാൻ ഉണർന്നത് കുറച്ച് നേരം മുമ്പാണ്, ഇപ്പം മുമ്പാണ്. നമ്മൾ സെങ്കോട്ടെ സ്റ്റേഷനിൽ നിൽക്കുന്നു. ഇവിടുന്ന് ഉടനെ പുതിയ എക്സ്പ്രസ് വന്ന സ്ഥിതിക്ക് ഉടനെ ഇവിടുന്ന് പുറപ്പെടുമായിരിക്കും. അപ്പോൾ പുതിയ എക്സ്പ്രസ് കയറി വന്നത് നമ്മളാ വിട്ടു. ഒരു ചായ കച്ചവടക്കാരന് വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. പക്ഷേ അയാളിവിടെ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അങ്ങേരത്തെ ലോക്കോസ് കിടക്കുന്ന സൈഡിങ് ആയിരുന്നു തോന്നുന്നു. പഴയ മീറ്റർ ഗേജ് പ്ലാറ്റ്ഫോം. അപ്പുറത്ത് പണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പുറത്തായിരുന്നു മീറ്റർ ഗേജ് പ്ലാറ്റ്ഫോം. പറഞ്ഞ പോലെ തന്നെ പുതുക എക്സ്പ്രസ്സിന് റേക്കായിരുന്നത്. പുതുക എക്സ്പ്രസ്സിന് ഇൻകമ്മിങ് ആയിരുന്നത്. വണ്ടി കാലിയാണ്. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിന്നിട്ടില്ല. ഇത്രയും പെട്ടെന്ന് കാലിയായില്ല. അപ്പോൾ എനിക്കൊന്ന് കാലിയായിട്ട് വന്നു ട്രെയിൻ വന്നത് തന്നെ. പുതുകൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഇതായിരുന്നു ചെങ്കോട്ടை. ഏകദേശം തെങ്കാശി എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് തെങ്കാശി സ്റ്റേഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് അറ്റത്തേക്ക് 4ലേക്ക് നിന്ന് വിടുന്നത്. 3 അല്ല 4ലേക്ക് വിടുകയെന്ന് തോന്നുന്നു. അവർ എക്സ്ട്രീം എൻ്റെ അല്ല 3 തന്നെയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു P4 ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട് ഓൾറെഡി. അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു നമ്മളിവിടെ ഈ ലൈനിലോട്ട് കയറിയത്. നമ്മൾ ജസ്റ്റ് തെങ്കാശി ജംഗ്ഷനിലേക്ക് എത്തി. തെങ്കാശി സന്ദിപ്പ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടുവേർഡ്സ് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ ശിവകാശി വഴിയാണ് വിരുദനഗറിലേക്ക് പോകുന്നത്. ഒരു
ട്രെയിനിൻ്റെ കോച്ച് പൊസിഷനൊക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കറണ്ട് റിസർവേഷൻ ടിക്കറ്റ് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവിടെ. ചായ വല്ലതും കിട്ടുമെന്ന് നോക്കിയതാണ്. ടു 5025 EDDXൻ്റെ വാബ് 4 ആണ് ലോക്കോ, ശിലംബ് എക്സ്പ്രസ്സിന്. അപ്പോഴേക്കും ഞാൻ പോയി ഒരു ചായയൊക്കെ മേടിച്ചിട്ട് വന്നു. താമ്പരം ചെങ്കോട്ടൈ. അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ ക്ലിയർ ആവുന്നു. ജനറലിലേക്കായിരുന്നു തിരക്ക്, കണ്ട തിരക്ക് മൊത്തം. അല്ലാണ്ട് ഇതിലോട്ടൊന്നും ആയിരുന്നില്ല, എ സിയിലോട്ടൊന്നും ആയിരുന്നില്ല, ജനറലിലോട്ടുള്ള തിരക്കായിരുന്നു കണ്ടത് മൊത്തം. Tengashi Junction. Change here for Tirunelveli, Tiruchendur, Vanchimaniyachi and beyond stations. Alight here for Kutralam. ഈ ചെങ്കോട്ട ട്രെയിനുകളെല്ലാം 90% അല്ലെ 95% തെങ്കാശി എത്തുമ്പോൾ കാര്യം. തെങ്കാശിയിൽ നിന്ന് ചെങ്കോട്ടയിലെ യാത്രക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ശിലംബ് എക്സ്പ്രസ്സിലും കാണും, കാര്യമായിട്ട് ആരും ഇല്ല. ഈ ശിലംബ് എക്സ്പ്രസ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന റൂട്ട് വഴിയാണ് വന്നത്. അതായത് ബിരുദനഗറിൽ അരുപ്പക്കോട്ടൈ വഴി മനമധുരൈ. ശിലംബ് എക്സ്പ്രസ് ട്രിച്ചിന്ന് എന്താ പറയുക, ട്രിച്ചിന്ന് കാരേക്കുടി വന്നിട്ട് അവിടെ നിന്നാണ് മനമധുര വഴി വരുന്നത്. നമ്മൾ കാരേക്കുടിയിൽ നിന്ന് നമ്മൾ ഫർദർ കാരേക്കുടിയിൽ നിന്ന് തിരുത്തറപ്പൂണ്ടി വഴി കയറി പോകും. അപ്പോൾ നമ്മുടെ റൂട്ട് കംപ്ലീറ്റ്ലി ഒരു യുണീക്ക് റൂട്ടാണ്. മൊത്തം ദൂരം സിംഗിൾ ലൈനാണ്. അതായത് നമ്മൾ കൊല്ലം വിട്ടപ്പോൾ മുതൽ നമുക്ക് സിംഗിൾ ലൈനാണ്. നമുക്ക് ഈ സിംഗിൾ ലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വേളാങ്കണ്ണി വരെ നമ്മളിനി സിംഗിൾ ലൈൻ തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ ട്രെയിൻ ഒരു സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ടും ഏറെക്കുറെ കാലി സ്ലോട്ടുകൾ ഓടുന്നുണ്ട്. നമുക്ക് വലുതായിട്ട് ക്രോസിങ്സ് ഒന്നുമില്ല. എനിക്കൊന്ന് ശിലംബ് ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് എനിക്കൊന്ന് ബിരുദനഗറിനടുത്ത് വെച്ച് നമ്മളൊരു പാസഞ്ചറിനെ കൂടി ക്രോസ് ചെയ്യും തോന്നും. ഇത്രയൊക്കെ ഉള്ളൂ. കാര്യമായിട്ട് ക്രോസിങ്സ് ഒന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ടുള്ള റണ്ണാണ് നമുക്ക്. അതുകൊണ്ട് നമുക്കിനി ഫർദർ ടൈം ലോസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറെക്കുറെ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും 3-3:15 ആകുമ്പോഴേക്കും വേളാങ്കണ്ണി പോയി കയറുമായിരിക്കും ഇത്. നമ്മൾ ഈ മധുരൈ തെങ്കാശി ബിരുദനഗർ റൂട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലത്തെ കവറേജ് മിനിമലാക്കി വെച്ചിട്ട് അതിനപ്പുറത്തേക്കുള്ള റൂട്ട് വന്നിട്ട് കവർ ചെയ്യണം എനിക്ക്. അപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന ലൈന് തിരുനെൽവേലിയിലോട്ട് പോകുന്ന ലൈനാണ്. ഇതാണ് ഒറിജിനൽ ലൈന്. ചെങ്കോട്ടയിൽ നിന്ന് പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ലേ ചെയ്ത ലൈന് നേരെ തിരുനെൽവേലിക്കായിരുന്നു പോയിരുന്നത്. തിരുനെൽവേലി വഴി വാഞ്ചിമണിയാച്ചിയിലോട്ടായിരുന്നു ലൈൻ പോയിരുന്നത്. അപ്പോൾ അതാണ് ആ ലൈന്. നമ്മളിപ്പോൾ പോകുന്നത് പിന്നീട് പണിത ലൈനാണ്. പക്ഷേ ഇപ്പോൾ ഇതാണ് മെയിൻ ലൈന്. നമ്മളിപ്പോൾ ഈ പോകുന്ന ലൈന് നേരെ ബിരുദനഗറിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് റൂട്ടാണ്. കടയനല്ലൂർ സ്റ്റേഷനിലോട്ട് കയറണം. പഴയതാണ്, കുറേ മരങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണിത്. കാര്യമായിട്ട് ആരും ഇറങ്ങാനും കയറാനൊന്നുമില്ല. ജസ്റ്റ് വണ്ടി വന്ന് നിൽക്കുന്നു, പോകുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. നിർത്തി എടുത്തു. അതായത് എനിക്ക് തോന്നുന്നില്ല ഫുള്ള് ബ്രേക്ക് ചെയ്യാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. ബിക്കോസ് ഞാൻ അപ്പുറത്തെ കോച്ചിൻ്റെ ഡോറിൽ നിന്നാണ് ഇൻകമ്മിങ് എടുത്ത് ഇപ്പുറത്ത് നടന്നു നിന്നപ്പോഴേക്കും വണ്ടി വിട്ടും കഴിഞ്ഞു.
അപ്പോൾ ഇതാണ് മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. എന്തിനാണോ കഷ്ടപ്പെട്ട് ലൂപ്പിനത് വലിച്ചു കയറ്റിയത്. എന്തിനാണോ വെറുതെ ലൂപ്പ് ലൈനിൽ കയറ്റി സമയം കളഞ്ഞ അല്ലേ. ലൂപ്പ് ലൈനിലോട്ട് കയറി വന്നു, ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് എടുത്തു, ഇതാ ഇറങ്ങി പോന്നു. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. അപ്പോഴത്തെ സൈഡിലെ വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. കുറേ ദൂരം കൂടി നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് കമ്പനി തരും. കുറേ ദൂരമല്ല, കുറച്ച് ദൂരം കൂടി. അത് കഴിയുമ്പോൾ പിന്നെ അവരങ്ങ് ദൂരെ പോകും. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് തിരിച്ച് കയറുന്നു. ഈ റൂട്ട് എൻ്റെ ഓർമ്മ വെച്ചാണെങ്കിൽ 110 kmph ഫിറ്റാണ്. അത് 100 ആണോ 110 ആണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അടുത്ത സ്റ്റേഷനായ ശങ്കരൻ കോവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയും ജനറലോട്ട് കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ചായ കച്ചവടക്കാരും കയറുന്നുണ്ട്. വിരുദനഗർ മാർക്കറ്റിലെ കോച്ച് നമ്പർ 13 ആണ് നമ്മൾ ഇന്നലെ കയറിയപ്പോൾ 7ാമത്തെ കോച്ചായിരുന്നു. അവിടെ നിന്ന് കയറുമ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് കൊല്ലത്തൊന്ന് റിവേഴ്സ് ചെയ്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. കൊല്ലത്തൊന്ന് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്തായിരുന്നു. നമ്മളിനി ഒന്നും കൂടി റിവേഴ്സ് ചെയ്യും, നാഗപട്ടണത്ത് പോയിട്ടും വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ടും. അപ്പോൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോക്ക് നോക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് രാജപാളയത്ത് വെച്ച് മിക്കവാറും നമുക്കൊരു ക്രോസിംഗ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഏറെക്കുറെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ രാജപാളയത്തിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജപാളയം കഴിഞ്ഞ പിന്നെ ശിവകാശിയിലാണ് എൻ്റെ സ്റ്റോപ്പ്. ശിവകാശി കഴിഞ്ഞപ്പോൾ നേരെ വരുന്നത്. അപ്പോൾ എനിക്കത് നമുക്ക് ഇവിടെ വെച്ച് ക്രോസിംഗ് ഇല്ലെന്ന് തോന്നുന്നു. ശരിക്കും നമ്മളൊരു മധുരൈ ചെങ്കോട്ട പാസഞ്ചറിലൂടെ ക്രോസ് ചെയ്യേണ്ടതായിരുന്നു. എനിക്കൊന്ന് നമ്മളിവിടെ നിന്ന് മുന്നോട്ട് വിടുമെന്ന് തോന്നുന്നു. ഇതാണ് രാജപാളയം സ്റ്റേഷൻ. രാജപാളയം റെയിൽവേ സ്റ്റേഷൻ വെൽക്കംസ് യു. രാജപാളയത്തിൽ നിന്ന് പുറപ്പെടുകയായി. ഇവിടെ പാസഞ്ചറിനകത്ത് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ശ്രീവില്ലിപുത്തൂർ ഹോം സിഗ്നൽ റെഡാണ്. മറ്റേ പാസഞ്ചർ ഇപ്പം അതിനകത്തോട്ട് കയറിയിട്ടില്ല. നമ്മൾ ലൂപ്പിലേക്ക് ഇടുക കേട്ടോ. നമ്മൾ ശ്രീവില്ലിപുത്തൂർ ലൂപ്പ് ചെയ്യണം. അപ്പോൾ പാസഞ്ചർ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ലൂപ്പ് ചെയ്യാണ്. പാസഞ്ചർ അറൈവ്ഡ് എന്ന് കാണിക്കുന്നു വേറെ ട്രെയിനിൽ. പക്ഷെ നമ്മൾ ലൂപ്പിലോട്ട് കയറുന്നുണ്ട്. പാസഞ്ചർ അറൈവ് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ പിന്നെ പാസഞ്ചറിനെ അങ്ങ് മെയിൻ ലൈനിൽ എടുത്താൽ പോരായിരുന്നു, ലൂപ്പ് ലൈനിൽ എടുത്താൽ പോരായിരുന്നു. അപ്പോൾ ലൂപ്പ് ലൈൻ റൺ ത്രൂ ആണ്. ലൂപ്പ് ലൈനിൽ നമ്മൾ സ്റ്റാർട്ടർ ആംബറാണ്. എന്താ അനാവശ്യ ഇടപാടല്ല. ഓൾറെഡി ലേറ്റായിട്ട് ഓടുന്നൊരു ട്രെയിനാണ് നമ്മളെ ലൂപ്പിൽ കൂടെ വിടുന്നതിന് വരെ നമ്മളങ്ങ് മെയിൻ ലൈൻ വഴി വിട്ടാൽ പറയാമോ. EDDXന് 22980 ആണ് ലോക്കോ. മധുരൈ ചെങ്കോട്ടെ പാസഞ്ചറാണ്. ഇതാണ് ശ്രീവില്ലിപുത്തൂർ സ്റ്റേഷൻ. മെയിൻ പ്ലാറ്റ്ഫോം ഇതാണ്. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത് എന്തിനാണോ? ഇതാണ് ശ്രീവില്ലിപുത്തൂർ. ഈ കാണുന്ന കടയാണ് പാൽക്കോവ കട. അവർക്ക് നേരത്തെ കൈ കാണിക്കായിരുന്നു കോവ ഇറങ്ങോട്ടെ. അപ്പോൾ അങ്ങനെ ശ്രീവില്ലിപുത്തൂർ കഴിഞ്ഞു. സ്റ്റോപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ലൂപ്പ് വഴി എന്താ പറയുക ഇഴഞ്ഞിഴഞ്ഞ് വരേണ്ടി വന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലോണം സമയം പോയി കിട്ടി. നമ്മളങ്ങനെ ശിവകാശിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോറിൽ നിൽക്കുമ്പോഴേ ട്രാക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, LHB കോച്ചിൻ്റെ ട്രാക്ക് സൗണ്ടുകൾ വ്യത്യാസമുണ്ട്, ICF കോച്ചിൻ്റെ ട്രാക്ക് സൗണ്ട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ടൈപ്പ് ICF കോച്ചുകൾ ഇനി അധികം കാലം ഉണ്ടാവില്ല. കാര്യം 25 വർഷമാണ് ഇതിൻ്റെ കോഡർ ലൈഫ്. അപ്പോഴേക്കും തന്നെ ഇത് പൊളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ചിന് 23 വർഷം പഴക്കമുണ്ട്. ഇത് 1031220 ആണിത്. അപ്പോൾ എന്ന് പറയുമ്പോൾ 2003 ബിൽഡ്, 2003 അല്ല മാക്സിമം 2004 ബിൽഡായിരിക്കും. എന്ന് പറയുമ്പോൾ 22-23 വർഷം പഴക്കമുണ്ട് ഓൾറെഡി. അപ്പോൾ 22 വർഷമൊക്കെ പഴക്കമുള്ള കോച്ചിന് എത്ര കാലം കൂടി ഉണ്ടാവും? മിക്കവാറും പൊളിക്കും. അതുപോലെ 2026 ആകുമ്പോഴേക്കും എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളും LHB കോച്ചിലേക്ക് മാറണമെന്ന് റെയിൽവേ ബോർഡ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഉത്തരവിലൊരു കമ്മ്യൂണിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ട് മിക്കവാറും താമസിച്ചാൽ ഈ ട്രെയിനൊക്കെ തന്നെ LHB ആവും. കാര്യം LHB എന്ന് പറയുമ്പോൾ റെയിൽവേക്ക് നല്ലതാണ്. കാര്യം അവർക്ക് മെയിൻ്റനൻസ് ഇൻ്റർവെൽ കൂടുതലാണ്. 4000 കിലോമീറ്ററിൽ ഒരു പ്രാവശ്യം പ്രൈമറി മെയിൻ്റനൻസ് ചെയ്താൽ മതി. ഇതൊക്കെ 3000 കിലോമീറ്റർ ചെയ്യണം. അപ്പോൾ LHB ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ദൂരം സർവീസ് ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാം അവർക്ക്.
ഒന്ന് പണിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. എക്സിസ്റ്റിംഗ് നല്ല ഡീസൽറ്റിംഗ് ആണോ എന്നറിയില്ല. രണ്ട് സൈഡ് നല്ലോണം പൊക്കി കെട്ടി എംബാക്ക്മെൻറ്റ് വരെ പണിതിട്ടുണ്ട്. കനാലോ കുളമോ എന്തോന്ന് പണിയാണ് അവർ. നമ്മൾ ജസ്റ്റ് ശിവകാശി സ്റ്റേഷനിലോട്ട് കയറുന്നു. ലൂപ്പ് ലൈനിലോട്ട് തന്നെ കയറുന്നു. നല്ലോണം സ്പീഡ് കുറച്ചു. അപ്പോൾ ഈ ശിവകാശി എന്ന് പറയുന്ന സ്ഥലം രണ്ട് കാര്യങ്ങൾക്ക് ഫേമസ് ആണ്. ഒന്ന് പടക്ക നിർമ്മാണം, നമ്മുടെ ഫയർ വർക്ക്സ്, ദീപാവലിക്കൊക്കെ നമ്മൾ പൊട്ടിക്കുന്ന പടക്കങ്ങളിൽ നല്ലൊരു ശതമാനം വരുന്ന ശിവകാശിയിൽ നിന്നാണ്. പിന്നെ അതുപോലെ ശിവകാശി മറ്റൊരു കാര്യത്തിന് ഫേമസ് ആയിട്ടുള്ള പ്രിൻറ്റിങ് ഇൻഡസ്ട്രിക്കാണ്. ലാർജ് സ്കെയിൽ ഇപ്പോൾ കാലണ്ടേഴ്സ്, ഡയറി പോലത്തെ കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നതിന് ശിവകാശി ഒരു മേജർ പ്രിൻറ്റിങ് ഇൻഡസ്ട്രിയും കൂടിയാണ്. ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമിലേക്കല്ല, മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അവിടെ ഒരു പാലം പണി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നു നമ്മൾ പതുക്കെ കയറി വരാൻ കാരണം. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുത്ത് എന്തായാലും നന്നായി. അത്രയും സമയനഷ്ടം കുറവുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ശിവകാശി സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. വണ്ടി എടുക്കുകയായിരുന്നു. അത് സിഗ്നൽ പച്ചയാണ്. വണ്ടി എടുക്കുകയായി. ശിവകാശി. ഇതാണ് സ്റ്റേഷൻ കെട്ടിടം. ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ ഒരു 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്റ്റോൾ വെച്ചാൽ അവർ ഒന്നില്ലെങ്കിൽ കലണ്ടറും ഡയറി വിൽക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പടക്കം വിൽക്കാൻ. അപ്പോൾ അങ്ങനെ ശിവകാശി സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിരുദനഗറാണ്. അപ്പോൾ നമ്മളങ്ങനെ വിരുദനഗറിലോട് എത്തുന്നു. വിരുദനഗറിലോട് എത്തുന്നു. ഇതാണ് മെയിൻ ലൈൻ. ഈ കാണുന്നതാണ് 5 മണിയാച്ചിന്ന് വരുന്ന മെയിൻ ലൈന്. നമ്മളിപ്പോൾ കാണുന്ന നദിയാണ് കൗശിക നദി. വിരുദനഗറിലെത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടും. രാവിലെ ആ ഒരു ചായയുടെ ബലത്തിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ കൊള്ളാം. നമ്മളൊരു പ്ലാറ്റ്ഫോം 1ലേക്ക് തന്നെ റിസീവ് ചെയ്യണമെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് വിരുദനഗർ വിട്ടുകൊണ്ട് എക്സ്ട്രീം റൈറ്റിലുള്ള ലൈൻ വഴി റൈറ്റ് പോകേണ്ടതാണ്. ഞാനത് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്ലാറ്റ്ഫോം 1ലോട്ട് തന്നെ കയറ്റുകയാണ്. നല്ലതാണ്. അപ്പോൾ വണ്ണിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോകുന്ന ലൈൻസ്. നമ്മളങ്ങനെ വിരുദനഗറിലേക്ക് എത്തുകയാണ്. വിരുദനഗർ ജംഗ്ഷൻ. അങ്ങനെ വിരുദനഗർ ജംഗ്ഷൻ.
102 Dadar Tirunelveli Express from Dadar to ദാദർ തിരുനെൽവേലി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നതാണ്. ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ട് മൊത്തം മാറിയിട്ടോ. എൻ്റെ ഒരു പഴയ വീഡിയോയിൽ കാണാൻ കുഞ്ഞ് ബിൽഡിംഗ് ആയിരുന്നു, അത് മൊത്തം മാറി നല്ല വലുതായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. വെൻഡേഴ്സ് ആരെയും കാണാനില്ല പ്ലാറ്റ്ഫോമിൽ. പണിയാവുമെന്നാണ് തോന്നുന്നത്. मार्ग से चलकर तिरुनेलवेली तक प्लेटफॉर्म क्रमांक 3 पर थोड़ी देर में आए. ചായക്കാരനെ കണ്ട് ചായ മേടിക്കുമ്പോൾ ഗ്യാപ്പിൽ തിരുനെൽവേലി ദാദർ കയറി വന്നു. നമ്മളതിനെ വളരെ പെട്ടെന്ന് വിരുന്നുകാരൻ എടുത്തു. ഇവിടെയും അങ്ങനെ കാര്യമായിട്ട് കഴിക്കാനൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ ഒരു പരിപ്പ് വടയും ഒരു ബജ്ജിയും മേടിച്ചു. വേറൊന്നും ഉണ്ടാകുന്നില്ല എൻ്റെ അടുത്ത്. എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. എണ്ണയെങ്കിലും എണ്ണപ്പലഹാരമെങ്കിൽ എണ്ണപ്പലഹാരം. അപ്പോൾ ഇതാണ് മധുരയിലേക്ക് പോകുന്ന മെയിൻ ലൈന്. നമ്മൾ മെയിൻ ലൈന് ജസ്റ്റ് ഇറങ്ങി വരുന്നു. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ലൂപ്പ് ലൈനായിരുന്നു. ലൂപ്പിൽ നമ്മൾ മെയിനിലേക്ക് കയറി. ഇപ്പോൾ നമ്മൾ ഡൗൺ മെയിൻ ലൈനിലാണ്. ഡൗൺ മെയിൻ ലൈനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ നേരെ അരുപ്പക്കോട്ടയം മാനാമധുര ലൈനിലേക്ക് കയറും. ഇതിപ്പോൾ നമ്മൾ കയറുന്ന ലൈനാണ് അരുപ്പക്കോട്ടയം മാനാമധുര ലൈനും. ബിരുദനഗർ അരുപ്പക്കോട്ടയം മാനാമധുര ലൈനാണിത്. ഈ ലൈനിൽ നിന്ന് ഞാൻ 2021 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്മുടെ ഈ ചാനൽ ആദ്യകാലത്തുള്ള വീഡിയോസിലൊന്നാണത്. നമ്മളങ്ങനെ അരുപ്പക്കോട്ട ലൈനിലേക്ക് തിരിഞ്ഞു. ഈ റൂട്ടിൽ വലിയ സ്പീഡില്ലാന്ന് തോന്നുന്നു. കാര്യം നമ്മൾ ഈ ഒരു സ്പീഡിലാണ് കുറച്ചായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. 80 km/h ആയിരിക്കും ഈ റൂട്ടിൻ്റെ ലിമിറ്റ്. പ്രത്യേകിച്ച് ഒരുപാട് കാഴ്ചകളൊന്നുമുള്ള റൂട്ടൊന്നുമല്ല. ഇങ്ങനെ മൊട്ട പ്രദേശം വഴി പോകുന്നതാണ്. ഇന്ന് ഏകദേശം നമ്മൾ നാഗപട്ടണം എത്തുന്നവരെ നമ്മൾ ഇങ്ങനത്തെ റൂട്ട് തന്നെ ആയിരിക്കും. മൊട്ടയായിട്ടുള്ള പ്രദേശമാണ്, ഒന്നുമില്ല. മുൾച്ചെടിയും അതുപോലെ പാഴ്ചെടികളൊക്കെ പിടിച്ചു നിൽക്കുന്നതിലാണ്. വേറൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെയൊന്നും കൃഷിയൊന്നും ഉള്ളതായിട്ട് തോന്നുകയില്ല. നമ്മുടെ കോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ
ഇപ്പോഴത്തെ എൻട്രികളിൽ ഈ 2 ടോയ്ലറ്റും ഉപയോഗിക്കാൻ വയ്യ. 2-നകത്തും നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ പോയിട്ട് ഹിറ്റിട്ടിട്ട് ഫ്ലഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 2 ടോയ്ലറ്റും ബ്ലോക്കാണ്. അതിനകത്ത് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പറും അങ്ങനെ കുറേ വേസ്റ്റ് കൂടി തള്ളിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ 2 ടോയ്ലറ്റ് ഉപയോഗശൂന്യമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അപ്പുറത്തുള്ള കോച്ച് പോകേണ്ട അവസ്ഥയിലാണ്. ഇതാണ് ഇതിൻ്റെ വാഷ് ബേസിൻ. വാഷ് ബേസിൻ അങ്ങനെ പൊതുവെ വൃത്തിയുണ്ട്. കോച്ച് പൊതുവെ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നാട്ടുകാരുടെ കയ്യിലിരിപ്പാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് ഒരൊറ്റ സ്റ്റോപ്പുള്ളൂ. അരുപ്പക്കോട്ടയിൽ മാത്രമേ നമുക്ക് സ്റ്റോപ്പുള്ളൂ. അതിലാണ് വേറെ 2-3 സ്റ്റേഷനുകളുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ ഒന്നും നമുക്ക് സ്റ്റോപ്പില്ല. ഞാൻ ഈ റൂട്ടിൽ അവസാനം വരുമ്പോൾ അന്ന് ഈ റൂട്ടിന് ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വയറിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്ന് നമ്മൾ യാത്രയിൽ ഡെമോയിലായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞ് ഇലക്ട്രിക് ലോക്കോസ് വഴി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ കണ്ട സിലംബ് എക്സ്പ്രസ് ഒക്കെ ഇതുവഴി വന്ന ട്രെയിനാണ്. അപ്പോൾ സിലംബ് എക്സ്പ്രസ് ഉണ്ട്. അതുകൂടാതെ ഒരു വിരുദ്ധനഗർ കാരേക്കുടി പാസഞ്ചർ ഉണ്ട്. അതും പലപ്പോഴും ഇലക്ട്രിക് ലോക്കോ വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ലോക്കോസ് ഇവിടെ ഫങ്ഷനിലായിട്ടുണ്ട്. ഒരു ട്രാക്ക് ബെഡ് സ്ട്രെങ്തനിങ് ഒക്കെ നടക്കുന്നത് കാണാം. സൈഡിൽ ചുവന്ന മണ്ണ് കാണാം. നമ്മൾ അടുത്ത സ്റ്റോപ്പ് അരുപ്പക്കോട്ടയിലേക്ക് എത്തുകയാണ്. ഈ റൂട്ടിൽ ഒരുപാട് വണ്ടികളൊന്നുമില്ല. വളരെ കുറച്ച് ട്രെയിനുകൾ ഈ റൂട്ടിലുള്ളൂ. നമ്മളങ്ങനെ അരുപ്പക്കോട്ടയിലേക്ക് എത്തിയിരിക്കും. ഇതുവരെ ആക്ച്വലി ഒരു പുതിയ റെയിൽവേ ലൈനിൻ്റെ പ്രപ്പോസലുണ്ട്. തൂത്തുക്കുടിയുമായി മധുരൈ റെയിൽവേ ലൈന്. അതായത് തൂത്തുക്കുടിക്കടുത്ത് മിലാവിട്ടാണിൽ നിന്ന് ഇറങ്ങിയിട്ട് അരുപ്പക്കോട്ട വഴി മധുരയ്ക്ക് പോകുന്നൊരു റെയിൽവേ ലൈന്. അത് സത്യം പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കോർപ്പറേഷൻ ഇല്ലയെന്നും പറഞ്ഞ് തൽക്കാലം പണി നിർത്തി വെച്ചിരിക്കുകയാണ് അവർ. പഴയ സ്റ്റേഷൻ ബിൽഡിങ്ങാണിത്. സമയം 10:15. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണിപ്പോൾ. വളരെ പെട്ടെന്ന് നിർത്തിയെടുക്കുന്നുണ്ട്. സമയം കളയുന്നില്ല എന്തായാലും. ഇത് അത്യാവശ്യം ആൾക്കാർക്ക് ഉപകരിക്കുന്നുണ്ട് ഈ ട്രെയിൻ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ട്രെയിനൊന്നും ഇല്ലാത്തൊരു റൂട്ടാണ്. ആ റൂട്ടിൽ ആഴ്ചയിൽ ഒരിക്കലായാലും ഒരു ട്രെയിൻ തന്നെ യാത്രക്കാർക്ക് ഭയങ്കര ഉപകാരമാണല്ലോ. ഡിസ്റ്റിൽഡ് വാട്ടർ പ്ലാന്റ് റൂം. എന്തിനാണോ ഡിസ്റ്റിൽഡ് വാട്ടർ? ഓ, മറ്റേ ബാറ്ററിക്കുള്ള വെള്ളം. ഇപ്പോഴത്തെ സൈഡിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ സൈഡിലൊരു പ്ലാറ്റ്ഫോമും അതിനപ്പുറത്തൊരു ലാൻഡ് ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ പ്ലാറ്റ്ഫോംസാണ് ഗുഡ് ഷെഡ്യൂലും പണിയാനാണെന്ന് അറിയില്ല. നമ്മൾ ലാസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ലോ ലെവൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്നാൽ ലോ ലെവൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അരുപ്പക്കോട്ടയിൽ. അപ്പോൾ നമ്മളങ്ങനെ അരുപ്പക്കോട്ടയിൽ നിന്ന് വീണ്ടും മെയിൻ ലൈനിലേക്ക് ഇറങ്ങി. ഇന്നലെ കേരളത്തിൽ നല്ല മഴയായിരുന്നു. നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോഴേക്കാളും അടിപൊളി മഴയായിരുന്നു. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു ഇന്നലെ കേരളത്തിൽ. അവിടെ നല്ല പൊട്ടും ചൂടിലേക്കാണ് വന്നിരിക്കുന്നത്.
ശ്രദ്ധിച്ചാൽ കാണാൻ ഇവിടെ തെങ്ങില്ല, തെങ്ങ് വളരെ കുറവാണ്, ഇവിടെ പനയാണ് കൂടുതൽ. പിന്നെ മറ്റേ ഫ്രൂട്ട് പാമാണോ എന്നറിയില്ല, പാമിര പാമാണോ അതോ വേറെ എന്തെങ്കിലും തരം ഇതാണോ, അതായത് നൊങ്കുണ്ടാകുന്ന പനയാണോ അതോ വേറെ എന്തെങ്കിലും പനയാണോ എന്നറിയില്ല കേട്ടോ. കണ്ടിട്ട് ഫ്രൂട്ട് പാം പോലെ ഉണ്ട്. നമ്മൾ ഏകദേശം മാനാമധുര എത്താറായിട്ടുണ്ട്. അരക്കോട്ട 2 സ്റ്റേഷനാണ്, തിരുച്ചുളിയും പിന്നെ ഒരു നടി സ്ഥലത്തിന് പറഞ്ഞത് 2 സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ മാനാമധുര എത്താറായി. അപ്പോൾ മാനാമധുരയ്ക്ക് അടുത്താണ്. മാനാമധുര എന്ന് പറയുന്നത് 4 ലൈനുകൾ വന്ന് കയറുന്ന ഒരു ജംഗ്ഷനാണ്. സ്റ്റേഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. മുൾക്കാടുകൾ കരിഞ്ഞ് കിടക്കുന്നുണ്ട്, കരിഞ്ഞ മുൾക്കാടുകൾ, ഇടയ്ക്ക് അവിടെയൊക്കെ വെള്ളമുണ്ട്. കുറേ കൊക്കുകൾ കാണാറുണ്ട്. മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ടോയെന്ന് അറിയില്ല, കുറേ കൊക്കുകൾ കാണാറുണ്ട് ഇവിടെ. മധുരൈ ജംഗ്ഷനിലേക്ക് എത്തുന്നു. ആ കാണുന്ന റെയിൽവേ ലൈൻ, അങ്ങ് ദൂരെ റെയിൽവേ ലൈൻ കാണുന്നുണ്ടാവും. ആ കാണുന്ന റെയിൽവേ ലൈന്, ഈ കാണുന്ന ലൈന് രാമേശ്വരത്തു നിന്ന് വരുന്ന ലൈനാണ്. പാമ്പൻ രാമേശ്വരം അവിടെ നിന്ന് വരുന്ന ലൈനാണത്. പാമ്പൻ പാലം വഴി എപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജ് കിട്ടുന്നുണ്ട്. പാമ്പൻ പാലം വഴി പോകുന്നുണ്ട്. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പാമ്പൻ വഴി പോകാമെന്ന് വെച്ച് കാത്തിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 പോകുന്നത്. ലൂപ്പിലോട്ട് കയറുന്നു. മാനാമധുരയിൽ കുറച്ച് നേരം കിടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ റീഫ്യൂലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലോക്കോന്. മനമധുരൈ ജംഗ്ഷൻ സൗത്ത് ക്യാബിൻ. മനമധുരയാണോ മാനാമധുരയാണെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാ പ്രാവശ്യവും കൺഫ്യൂഷനാണ്. മാനാമധുര തന്നെയാണ്. മാനാമധുര എന്ന് പറയുമ്പോൾ സാറിന് തോന്നും മനമധുരയാണെന്ന്. ഞാൻ അപ്പോൾ മനമധുര എന്ന് പറയുമ്പോൾ തോന്നും അപ്പോൾ മാനാമധുരയാണ്. മാനാമധുരൈ സന്ധിപ്പാണ് മാനാമധുരൈ ജംഗ്ഷൻ. റെയിൽവേ വേസ്റ്റാണ് കിടക്കുന്നത്. നമ്മൾ വേസ്റ്റ് ബിന്നിലിടുന്ന സാധനം. അങ്ങനെ മാനാമധുരൈ ജംഗ്ഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ റോ കണ്ടൻറ്റ് ഏകദേശം 3.5 മണിക്കൂറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ ഈ മാനാമധുര ജംഗ്ഷനിലോട്ട് കയറുന്നതോടുകൂടി നമ്മുടെ ഈ പാർട്ടായിട്ട് അവസാനിപ്പിക്കുകയാണ്. മാനാമധുരയിൽ നിന്ന് മുന്നോട്ടുള്ള യാത്ര, അതായത് മാനാമധുരയിൽ നിന്ന് കാരക്കുടിയിലേക്കും തിരുവാരൂരിലേക്കും നാഗപട്ടണത്തേക്കൊക്കെയുള്ള യാത്ര നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കെന്ന് അടുത്ത പാർട്ടിൽ കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. അണ്ടിൽ ദെൻ ബൈ ബൈ.